ഗ്രാമഫോൺ എന്ന സിനിമയിൽ ഒരു പാട്ട് സീൻ ഒരു ദിവസം സലീമേട്ടൻ രാത്രി ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ എന്തേ ഇന്നും വന്നില്ല എന്ന് പറയുന്ന മുരളിച്ചേട്ടനും ഒടുവിൽ സാറും എല്ലാവരും സലീമേട്ടൻ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. അല്ലാതെ ഞാൻ സ്റ്റഡി അല്ല, ഇവിടെ സ്റ്റഡി ആണെങ്കിലും എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റഡി അല്ല, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട്. ഞാൻ പേടിച്ചു പോയി ഞാൻ ആ പാട്ട് കണ്ടിട്ട്. സ്നേഹിക്കുന്നു, അവളെ ജീവിത പങ്കാളിയാക്കുന്നു, ജീവിതത്തിലൂടെ ഗുണം തെളിഞ്ഞു പോകുന്നു. അവക്കവനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് മീരിനോട് പറയാനുള്ളത്. നിനക്ക് അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല, ആരുമില്ല. നമ്മൾ പറയും അച്ഛനുണ്ട്, അമ്മയുണ്ടാവും, ആങ്ങളമാരുണ്ടാവും, പലരും വരുന്നുണ്ട്, ആരും വരില്ല, അയാൾ മാത്രം ഉണ്ടാവും. ഞാനതിൽ വിജയിച്ചു. അവളതിന് ഓക്കെയാണ്. പയ്യന്മാരായപ്പോ സലീമേട്ടന് തോന്നില്ല അയ്യോ എനിക്കൊരു പെൺകുട്ടി കൂടി ഇനി വേണം, അങ്ങനെയൊന്നും മുന്നോട്ട് ചിന്തിച്ചില്ല? അല്ല, അവള് പറഞ്ഞു പറ്റുള്ളൂ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാനും റെഡി ആയിരുന്നു. ഏറ്റവും സുന്ദരിയായ നടി കാവ്യ എന്ന് പറഞ്ഞു. പിന്നെ ജഗതി ചേട്ടനുണ്ട്. ഇത് ഞാൻ കാവ്യനെ പ്രേമിക്കാൻ ആളാണ്. ആണ് കെട്ടാനൊക്കെ നടക്കുന്നത്. അതെ അതെ, അത് ജഗതി ചേട്ടന് താല്പര്യം ഉണ്ടെന്നാനും. ജഗതി ചേട്ടനാണ് അച്ഛൻ. എന്നാൽ അമ്പിളി ചേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയോ ഇത് വെക്കുന്നു? അമ്പിളി ചേട്ടൻ വെച്ചാല് ഗ്രേറ്റ് അല്ലേ, ലെജൻഡ് അല്ലേ? കാരണം പലരും ആ സമയത്ത് പറഞ്ഞു അമ്പിളി ചേട്ടൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഇതേ സലീമേട്ടൻ ഇങ്ങനെ എത്തുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വേറിട്ട രീതിയിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത രണ്ടുപേരുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ സിനിമാ കാര്യങ്ങളാണോ അല്ലാത്ത വിശേഷങ്ങളാണോ സംസാരിക്കാറ്? അല്ലാത്ത അപൂർവമായിട്ടോ അമ്പിളി ചേട്ടൻ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും ഇടപെടുന്ന മനുഷ്യനൊന്നുമില്ല. മനസ്സിലായി. ഏറ്റവും ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആരായിരിക്കും ഈ ഒരു സെക്ടറിൽ? ഭയങ്കര വന്ന് കടന്നാൽ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ആയിട്ടുള്ള സീറ്റ്സ് കാണുമ്പോഴേക്കും ഇവരൊക്കെ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ അമ്പിളിച്ചേട്ടനൊക്കെ ഒരു ലൊക്കേഷനിൽ വന്നു അഡ്ജസ്റ്റ് ആയപ്പോൾ എന്നടാ, അത് കഴിഞ്ഞ് അവർ ഷോട്ടിലേക്ക് കയറി ഷോട്ട് എടുക്കുന്നു. ഓഡിയൻസ് കാണുന്നത് ഇത് മാത്രമാണ്. അതിനിടയ്ക്ക് ഒരു 100,000 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരമായിരിക്കും ഇതിൻ്റെ കൂടെ ഉള്ളത് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തു നിന്ന് വരുന്നു, ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ പോകാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അപൂർവങ്ങളായിട്ട് ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ക്രിയേറ്റ്. ഭയങ്കര എനർജി ലെവൽ ഉണ്ടെന്ന് തോന്നിയ സെറ്റിൽ ഓഫ് ടൈമിലും ഏറ്റവും എനർജി ഉണ്ടെന്ന് തോന്നിയ ഒരു താരം ആരായിരിക്കും? സലീമേട്ടൻ. അതായത് ഭയങ്കര ഓവർ എനർജിയിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഒട്ടും ഓഫ് ആവാതെ ഇങ്ങനെ നിൽക്കത്തില്ലേ? അതെല്ലാവർക്കും ഉണ്ടത്, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാവരിലും ഉണ്ട്. നെക്സ്റ്റ് ചിത്രം ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്തുള്ള പടമാണത്. എനിക്കോട് കിട്ടി അറിഞ്ഞ ആ സന്തോഷമാണ്. എനിക്കോട് ചേച്ചിയുടെ മുഖത്താണ് അത് കൃത്യമായിട്ട് കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ട്. അതല്ലാന്ന് അവാർഡ് കിട്ടിയപ്പോ ഉള്ളതല്ലാന്ന് ഏതാന്ന് വേഗം പറയില്ലെങ്കിൽ ചേച്ചി പറയേണ്ടി വരും. ചേച്ചി ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി എപ്പ എടുത്ത ചേച്ചി താമസം? പുതിയ വീട്ടില്, ലാഫിംഗ് വില്ലയില്. എനിക്ക് തോന്നുന്നു ഒരുപാട് 6-7 വർഷം കൊണ്ട് സലീമേട്ടൻ കെട്ടിപ്പടുത്ത് ഉയർത്തിയ ഒരു വീടാണ് ലാഫിംഗ് വില്ല. അതിലേക്ക് താമസം മാറി. ഇത് നാഷണൽ അവാർഡ് ആണോ? നാഷണൽ അവാർഡ് ആണോ ചേച്ചി? ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. തന്നെ കൃത്യമായ ഓർമ്മ. നാഷണൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അഭിനന്ദിക്കാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ കാണാം. നാഷണൽ അവാർഡ് സലീം കുമാർ. കല്യാണം. സലീമേട്ടൻ ഭയങ്കര സുന്ദരനായിട്ടിരിക്കുന്നു. ചേച്ചി ഓൾവേസ്. പ്രണയ വിവാഹം ആയിരുന്നില്ലേട്ടാ? അതെ. എത്ര വർഷം പ്രണയിച്ചു? 4 വർഷം പ്രണയിച്ചാണ്. ഏറ്റവും ചേച്ചിയിൽ ഇഷ്ടം തോന്നിയ ഒരു ക്വാളിറ്റി എന്താണ്? ഒരു ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. 3-4 വർഷം പ്രണയിച്ചിട്ട് ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ലെന്നോ? അങ്ങനെ ഒരാളെ ഒരിക്കലും നമ്മൾ ജീവിതത്തിലോട്ട് വിളിക്കത്തില്ലല്ലോ. അങ്ങനെ ശരിയാവും നോക്കാൻ വേണ്ടി വിളിച്ചല്ലേ. എന്നിട്ട് ശരിയായോ? ശരിയായി. അല്ല, എന്നാൽ ഇപ്പൊ ഇത്രയും വർഷമായേ ചേച്ചിയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് തോന്നുന്നത് എന്തായിരിക്കും സലീമേട്ടന്? ഞാനൊരു കാര്യം പറയാം. പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നു,
അവളെ ജീവിത പങ്കാളിയാക്കുന്നു, ജീവിതത്തിലൂടെ വേണം തെരഞ്ഞു പോകുന്നു. അവക്കവനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് മീരിനോട് പറയാനുള്ളത്. ആ നിനക്ക് അവൻ മാത്രമേ ഉള്ളൂ, കറക്റ്റ്. വേറെ ആളില്ല, ആലില്ല. ആരുമില്ല. അപ്പോൾ എപ്പോഴും അവനെയാണ് ഇത് ചെയ്യേണ്ടത്, കെയർ ചെയ്യേണ്ടത്. നമുക്ക് പറയും ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ടാവും, ആങ്ങളമാരുണ്ടാവും, ആ. പലരും വരുമെന്ന്, ആരും വരില്ല. വരില്ല. അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആയേക്കും. സത്യം. ആ, അപ്പോൾ അതിനൊക്കെ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുക. മനസ്സിലായില്ലേ? ആ ഞാനതിൽ വിജയിച്ചു, അവളതിന് ഓക്കെയാണ്. വാവ് ആ, സൂപ്പർ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിന് കൂടുതൽ ഇത് ചെയ്യാതെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ മക്കൾ എന്നോട് നീതി പുലർത്തിയാലും എനിക്കൊരു വിഷമമില്ല. നീതി പുലർത്തേണ്ട ആൾ ഭാര്യയാണ്. കാരണം നമ്മൾ വിഷമങ്ങളൊക്കെ ചെന്ന് പറയാം. അമ്മയില്ല എനിക്ക്, എൻ്റെ അമ്മ മരിച്ചു. അപ്പം നമ്മുടെ വിഷമങ്ങളൊക്കെ ചെന്ന് ആകെയുള്ളൊരാൾ ഭാര്യയാണ്. വേറെ ലോകത്താരുമില്ല. ആണ് സത്യം. കാരണം ഇന്ന് സലീമേട്ടൻ കയറി വന്നപ്പം ഫുള്ള് ചേച്ചി ഇങ്ങനെ സലീമേട്ടൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് സലീമേട്ടനെ ഇവിടെ കൊണ്ടൊക്കെ ഇരുത്തി. എന്നാലും ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് സലീമേട്ടൻ. ഇടയ്ക്ക് ചേച്ചി ഒന്ന് കഴിക്കാൻ പോയപ്പോഴും നോക്കി സലീമേട്ടൻ അവിടെ ഇരിക്കുന്നത് ഓക്കെ ആണോ, എല്ലാം സെറ്റാണോ, ഞങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. അപ്പം ഞാൻ ഈ വയ്യാണ്ടാണെങ്കിലും ചില ഷൂട്ടിങ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ടുപോകുമല്ലോ. അപ്പം ഞാനതിന് പേറ്റേണ കുരങ്ങനെയൊക്കെ ഉണ്ട് ചുടിയൂറ് വരിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇവള് റെഡിയാക്കി തന്നു തന്നെ എന്നെ കൊണ്ട് പോകില്ല. അപ്പം ഞാൻ കുരങ്ങൻ, അവള് കാക്കാലൻ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് നിർത്തി കാശി തന്ന് ഞാൻ നേരെ ടീം ഇവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, കാരണം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും, ഞാനത് ഫുഡ് കഴിക്കും. വീണ്ടും എന്നെ അവിടെ എടുത്തും ഇവര് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ട് ഞാൻ പ്രസംഗിക്കും. അവർ കാശ് തരും, ഇവളുടെ കയ്യിലൊക്കെ കൊടുക്കും. ഏതായാലും ഹോട്ടലിൽ കയറ്റി ഫുഡ് തരും, ഞാൻ അവിടെ ഇരിക്കും. ഞാൻ എല്ലാ അവസ്ഥകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിലെനിക്ക് വിഷമമില്ല. എൻ്റേതായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അല്ല ഈ പറഞ്ഞതുപോലെ ചേച്ചിയാണോ ശരിക്കും സലീമേട്ടനെ നയിക്കുന്ന ഒരു ഫാക്ടർ ഇപ്പൊ അതെ ചേച്ചിയാണോ? അതെ അതെ ചേച്ചി പറയുന്ന ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കണം. അതെ എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അമ്മയുടെ സ്ഥാനത്തും കൂടെ അവര് അതെ സലീമേട്ടൻ പറഞ്ഞാല് അതാണ് നമ്മൾ കൊച്ചുകുട്ടികൾ. ഞാനിത് കേട്ടു, സലീമേട്ടന്റെ ഡ്രസ്സൊക്കെ മാറി വരുന്നു, ഡ്രസ്സ് ചേച്ചി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം മാറി കൊച്ചൊരു മിടുക്കം പയ്യനെ പോലെ വന്ന് ഇവിടെ ഇരുന്നു. ചേച്ചി കൊണ്ടാക്കി കിൻഡർ ഗാർഡൻസിലൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവിടുന്നല്ലോ, ഇവിടെ കൊണ്ടാക്കി ചേച്ചി ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം ടൈം സലീമേട്ടൻ സ്പെൻഡ് ചെയ്യുന്നത് ചേച്ചിയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം സലീമേട്ടൻ ഓട്ടത്തിലൊക്കെ ആയപ്പോൾ ആ ഒരു ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കണക്കൂടെ തീർത്തുകൊണ്ട് ഇപ്പം സ്പെൻഡ് അതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇവിളില്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൾഫിലൊരു ഷോ പറഞ്ഞു. എവിടെയാണ്? നമ്മുടെ ഖത്തർ. അവരോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പൈസ ഒന്നുമല്ല, എനിക്കൊരു ടിക്കറ്റ് കൂടി വേണം, 2 ടിക്കറ്റ് വേണം. അപ്പോൾ എന്നെ മാറ്റണമെങ്കിൽ മാറ്റാൻ വേണ്ടി തന്നെയാണ്. കാരണം ഒരു 2 ടിക്കറ്റിന് നല്ല പൈസയും ബിസിനസ് ക്ലാസ്സിന്. അപ്പോൾ അവരൊന്ന് തരാമെന്ന് പറഞ്ഞ ടിക്കറ്റ് തരാം. ഓക്കെ. എന്നിട്ടാണ് പിന്നെ പൈസയുടെ ചർച്ചകളിലേക്ക് ഇറക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ഓരോ ദിവസങ്ങളും ചാർട്ട് ചെയ്യാൻ പറ്റില്ല ഇവിളില്ലാണ്ട്. ഇപ്പോൾ നമ്മളൊരു ധൈര്യമായി മാറിയത് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കല്യാണം കഴിക്കാൻ മടിക്കുന്നവരുണ്ട്, കല്യാണം വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്തായിരിക്കും സലീമേട്ടൻ പറയാ? ഒരിക്കലും പാടില്ല. ഈ എണ എന്ന് പറയുന്നത് വേണം, അതൊരു തുണയാണ്. എണയെന്ന് മസ്റ്റാണ്. ഇപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കാം, എണയില്ലാത്ത ഒരു ജീവിയില്ല. പ്രകൃതിയിൽ ചില ജീവികൾ എണയില്ലാണ്ട് കിടക്കണം, നമുക്ക് പറയാം ഇത് കറക്റ്റാണ്, നമുക്ക് എണ ജീവിതത്തിൽ വേണ്ട എന്നുള്ളത്. അവർ കറക്റ്റ് സമയവും ഒരു എണ ഉണ്ടാവും അവിടെ, എന്നാലേ ലോകം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എണ വേണം. എണ ഇല്ലാത്ത എന്ത് ഇതിനോടും നമ്മൾ എതിര് തന്നെയാണ്. കല്യാണം മസ്റ്റാണ്. കാരണം ഇപ്പൊ ആ ഒരു ചിന്താഗതിയൊക്കെ മാറി വന്നു. ഒരു ലിവ് ഇൻ റിലേഷൻ ഒരു 3-4 വർഷം ഒരാളുമായിട്ട് സ്പെൻഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് വേറൊരാളുമായിട്ട് നമ്മൾ ലിവ് ഇൻ റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. അതിലൊന്നും ഒറ്റ ഒരാൾ, സിംഗിൾ പാർട്ട്ണർ. നമ്മൾ ഏറ്റവും അവസാനം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ മാറും. ഈ മീരയല്ല വൃദ്ധയായ മീരക്ക് വേറൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട്, അവസ്ഥയുണ്ട്. അവിടെ ഇതൊന്നും അഭ്യാസം നടക്കൂല, നമ്മളറിയാത്തവരായിക്കുള്ളൂ കൂടുതൽ.
ഇപ്പൊ തന്നെ നമ്മുടെ സിനിമകളൊക്കെ പഴയതായി തുടങ്ങി. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ആണ്. സലീമേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഗ്രാമഫോൺ എന്ന സിനിമയിൽ ഒരു പാട്ട് സീൻ ഒരു ദിവസം സലീമേട്ടൻ രാത്രി ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ എന്തേ ഇന്നും വന്നില്ല എന്ന് പറയുന്ന മുരളിച്ചേട്ടനും ഒടുവിൽ സാറും എല്ലാവരും സലീമേട്ടൻ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പാട്ടിൽ. ബാക്കി എല്ലാം ഒരു നിമിഷം സലീമേട്ടൻ ഒന്നിങ്ങനെ സ്കാറ്റേഡ് ആയി പോയി എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അല്ലാണ്ട് ഞാൻ സ്റ്റഡി അല്ല ഇവിടെ. സ്റ്റഡി ആണെങ്കിലേ എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റഡി അല്ല, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട്. ഞാൻ പേടിച്ചു പോയി ഞാൻ ആ പാട്ട് കണ്ടിട്ട്. എന്തേ ഇങ്ങ് മുണ്ടി ആ പാട്ടില്ലേ, പാട്ട് അത് തന്നെ. ഗ്രാമഫോണുള്ള പാട്ട്. അവരെയൊക്കെ ഒരു ഓർമ്മ പെട്ടെന്ന് നമുക്ക് കേറി വരും അല്ലേ സലീം? ഓയ്യോ, ഞാൻ അപ്പം തന്നെ അടിച്ചു കളയോ സംഭവം. കാണത്തില്ല. ഇല്ല, കാണാൻ പറ്റില്ല എനിക്ക്. ഈ സിനിമാ നടന്മാർക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ചത്താലും ചാവില്ല. അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ അത് നല്ലതാണെന്ന് പറയും, പക്ഷെ അങ്ങനെ എല്ലാം നല്ലതല്ല. മരിച്ചങ്ങോട്ട് പോകണം അങ്ങോട്ട്, പിന്നെ അതിൻ്റെ ഘടകങ്ങളൊന്നും ബാക്കി വെക്കരുത്. ഇതല്ലല്ലോ, അവരപ്പോഴും ചാടിത്തുള്ളി കിടക്കുകയാണ് സിനിമാ നടന്മാർ. പിന്നെ സിൻഡേട്ടൻ മരിച്ചു പോയി എന്ന് വെച്ചാലും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറൊക്കെ ഇങ്ങനെ വീട്ടുകാർക്ക് ഒരു പരിധി വരെ ഇല്ലേ അതൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് വേണു ചേട്ടൻ. അതെ സ്റ്റിൽ ദേ ആർ ഓൺ വിത്ത് us. അതെ 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 ഒന്നും മാറിയിട്ടില്ല. പണ്ട് സീമ ചേച്ചിയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ജയേട്ടനായിട്ടുള്ള ഒന്നും കാണത്തില്ല, നസീർ സാറിന്റെ ഒരു സാധനവും കാണത്തില്ല. നമുക്ക് ഈ ഓർമ്മകൾ പെട്ടെന്നേക്ക് കയറി വരും. അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സലീമേട്ടനായിട്ട് ഇങ്ങനെ നിന്നത് നമ്മൾ ഏറ്റവും ഇമ്പാക്ട് ചെയ്ത ഒരു വേർപാട്, സലീമേട്ടൻ ഏറ്റവും പേഴ്സണലി നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരും ഇമ്പാക്ട് ചെയ്തൊരു വേർപാട് ആരുടെ ആയിരിക്കും സലീമേട്ടൻ? അത്രയും അത് ആരുടെ ആയിരിക്കും? ഒരാളെന്നല്ല, എന്നാലും ഞെട്ടിപ്പോയത് പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റിൽ കയറി നമ്മൾ അടിച്ചു കളയും പറയും, നമ്മൾ അങ്ങ് വീഴ്ത്തി കളയും എന്ന് പറയും ചിലവരുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്ന അത് സലീമേട്ടന് ഫീൽ ചെയ്തത് മണിയായിരിക്കും. മണിയുടെ മരണം പ്രതീക്ഷിക്കാത്ത ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ മണിയുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു കുറച്ച്. അവൻ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മണ്ണിനോടൊന്ന് വന്ന് ട്രീറ്റ് ചെയ്യാൻ പറ. എനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് അവന് വന്നത്. സിമ്പിളായിട്ട് മാറ്റായിരുന്നത്. ആ പേടിച്ചിട്ട് അത് കൊണ്ടു നടന്നു. ഇങ്ങനെ അപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അവൻ കസേരയിലിരുന്ന് തന്നെ ഷോ ചെയ്യുന്ന അവരാണ്. ആണ്. അതിന് ജസ്റ്റ് 1 month മുമ്പ് വളരെ ത്രൂ ഔട്ട് ഒരു 2 hours പ്രോഗ്രാം ഞാനും മനുഷ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയില്. അന്നും ഈ ജനങ്ങളുടെ അപ്പോഴും നമ്മൾ അറിയുന്നില്ല. അല്ല, ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല മണി, എനിക്ക് അസുഖം ഉണ്ടെന്നുള്ള കാര്യം. അതായിരുന്നു ഏറ്റവും വലിയ. അത് ജനങ്ങൾ എന്ത് വിചാരിക്കും, അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരെന്ത് വിചാരിക്കും, സിനിമയില്ലാണ്ടായി പോവും, ഔട്ടായി പോകും എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായൊരു ധാരണ ഉണ്ടല്ലോ. അതായിരിക്കും മണിന്. അല്ലെങ്കിൽ ഈ മണി അത് യാഥാർത്ഥ്യത്തിൻ്റെ പാതയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മണി ഇന്നും ജീവിച്ചിട്ടുണ്ട് ആൾ തന്നെയാണ്. അല്ല, അന്ന് ഞങ്ങളും ഈ പറഞ്ഞ പോലെ മണിച്ചേട്ടൻ ഇടയ്ക്ക് ഒന്നൊന്ന് റെസ്റ്റ് എടുക്കും. സാധാരണ റെസ്റ്റ് എടുപ്പില്ല. ത്രൂ ഔട്ട് 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ നിന്ന് കളയും. അന്നൊന്ന് റെസ്റ്റ് എടുത്തു, അത്രയേ ഉള്ളൂ. എപ്പോഴും ഇതൊന്നും ഈ പറഞ്ഞ റിവീൽ ചെയ്യുന്നില്ല, മെഡിസിൻ ഒന്നും പറയുന്നില്ല. അപ്പം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെയാണ് വലിയൊരു ഇമ്പാക്ട്. സോ സലീമേട്ടൻ്റെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഒന്ന് വീഡിയോകളിലേക്ക് ഒന്ന് നോക്കാനായിട്ട് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ അന്നത്തെ ഫ്രീക്കാണ്. ഇപ്പോഴും എൻ്റെ ജനറേഷൻ അറിയുന്ന ആദ്യത്തെ ഫ്രീക്ക് പാട്ട് മലയാളത്തിൽ ഇതാണ്. അതിലെ നായകൻ സലീമേട്ടനുമാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത. ഞങ്ങൾ ഞെട്ടിപ്പോയി. അമ്മ ഇപ്പോഴും ഞങ്ങൾക്കറിയാം, സപ്ലിക തീർത്തൊരു കൊട്ടാരത്തിൽ മുന്നിൽ. അയ്യോ, ആ ലൊക്കേഷനൊക്കെ ഓർമ്മയുണ്ട്. ലൊക്കേഷൻ നമ്മുടെ കാക്കനാട് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പാലൊക്കെ കയറി അതിൻ്റെ ഇപ്പുറത്തൊരു സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിങ്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു യാത്രയുടെ കാര്യം പറയുമ്പോഴും ഒരു രാത്രി ആണ് ഷൂട്ടിങ്. ഒരു രാത്രി ഉണ്ട് തീർച്ചയായിട്ടും. ഒരു 4-5 മണിക്ക് തുടങ്ങി വൈകിട്ട്.
എന്നിട്ട് രാവിലെ ആയപ്പം പാക്കപ്പ് ആ ആയി. ആ ആ ഭയങ്കര ഹിറ്റായിരുന്നു, ആ. ഭയങ്കര വൈറലായിരുന്നു അന്നത്തെ എനിക്കിട്ട് ഓടി നടക്കുകയാണ് ഞാൻ ആ സമയത്ത് ഇതാണ് പാട്ടാണ്. അല്ല അന്ന് ഈ ചേച്ചി ഇപ്പം അന്ന് സലീമയുടെ ഭയങ്കര തിരക്കിലായിരുന്നു, നമുക്കൊക്കെ അറിയാം. അന്ന് ചേച്ചി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ കിട്ടണില്ല, മിസ് ചെയ്യുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പറഞ്ഞിട്ടില്ല. ഇല്ല 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 നമുക്കറിയാം, നമ്മുടെ തിരക്കറിയാലോ. എന്നാലും 3-4 വർഷം പ്രണയിച്ച് നടന്നു എന്ന് പറഞ്ഞേ. മരഞ്ചുറ്റി പ്രേമം അന്നത്തെ ആ സ്റ്റൈൽ പ്രേമം എന്ത് എക്സ്പ്രസീവ് ആയിരുന്നു സലീമേട്ട ശരിക്കും. ആ കാമുകന് നല്ല എക്സ്പ്രസീവ് ആ ആയിരുന്നു. ആ ആ റിയലി? ആ പൂ കൊടുക്കുക, കത്ത് കൊടുക്കുക, ആ ആ ഒന്നുമില്ല നമ്മൾ കത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ? കഥ കൊടുത്തിട്ടുണ്ട്. ചേച്ചി കത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. അത് ബോംബുകളായിട്ട് വീട്ടിലിരിക്കുകയാണ് രണ്ടുപേരും. ആണോ? എന്നാ ആ ആ വീട്ടുകാർ അറിയാതെയാണോ പ്രണയിച്ചത്? വീട്ടുകാർ അറിഞ്ഞാലും കാര്യം പറഞ്ഞേക്കോ. അങ്ങ- അച്ഛൻ ഞാൻ പ്രണയിക്കാൻ പോവേണ്ടെന്നുകൊണ്ട് പോവോ? അതൊരു പിള്ളേരുടെ മനസ്സിൽ വികാരമല്ലേ. അല്ല ചേച്ചീനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ സലീമേട്ടന്? അല്ലല്ല, അല്ല, സംസാരിച്ചു മിണ്ടിയും പഴകിയും ഒക്കെ ഒരുപാട് വന്നു. സമയങ്ങൾ പിടിച്ചു. അപ്പൊ എപ്പോഴാണ് ഇത് തുറന്ന് സലീമേട്ടനാണോ ചേച്ചി തുറന്നു പറഞ്ഞത്? ആണ് ഫസ്റ്റ് ഐ ലവ് യു അങ്ങ് തുറന്ന് മുഖത്തടിച്ചു പറഞ്ഞു? അത് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. നീ എന്താണ് സിനിമ ചെയ്ത്? അല്ല എനിക്ക് സലീമേട്ടന്റെ ആ ഒരു എക്സ്പ്രസീവ്നെസ് ഏത് ലെവൽ വരെ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കാം. എത്രാമത്തെ പ്രണയമായിരുന്നു ചേച്ചിയുമായിട്ട്? അങ്ങനൊന്നുമില്ല. ഇല്ല. ആദ്യത്തെ പ്രണയം എന്ന രീതിയിൽ ആദ്യത്തെ പ്രണയം എന്നുള്ള രീതിയിൽ ചേച്ചി ലക്ക് ഹെന്ന മൈ എന്റെ നമ്മുടെയൊക്കെ എടുക്കണേ 5-6 ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കല്യാണം കഴിക്കുന്നേ. പ്രണയം എന്ന രീതിയിൽ ആദ്യത്തെയാണ്. ആണ്. ആ. ഭയ- അല്ലാത്തതൊക്കെ തമാശ കളിയില്ലേ, ആ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒരാളായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു എന്നാലും ചേച്ചിക്ക് ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഏതായിരുന്നു സലീമേട്ടൻ? വാച്ചായിരിക്കുള്ളൂ. ഒരു ഓർമ്മ ചേച്ചി വാച്ചാണ്. ഇപ്പോഴും ചേച്ചി അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? അതെന്താട്ടാ വാച്ച് സെലക്ട് ചെയ്ത് കൊടുത്തത്? ഞാൻ ദുബായി പോയപ്പോ, പ്രോഗ്രാമിന് ദുബായി പോയപ്പോ ആ അവളെ വന്ന് വാച്ച് വാങ്ങിച്ചു. അവള് കല്യാണം ഉറപ്പിച്ചിരുന്നൂടെ. അങ്ങനെ വായിച്ചു. കല്യാണം ഉറപ്പിച്ചിട്ട് അച്ഛനമ്മമാർ അറിഞ്ഞപ്പോ എന്തെങ്കിലും യുദ്ധം അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല? അവളുടെ അച്ഛനമ്മയ്ക്ക് ലോട്ടറി അല്ലേ അടിച്ചേക്കണത്. അവര് യുദ്ധത്തിന് പോവോ? ആ യുദ്ധത്തിന് പോവോ? യുദ്ധത്തിന് പോവില്ല. ആ, ആ, ആ. കാരണം എന്താ പറഞ്ഞാല് സലീമേട്ടനെ പോലെ ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടൊരു അതെ, ബ്രൂണോ ഓ, സുൽത്താൻ. ചേച്ചി ഇല്ലാന്നൊക്കെ കാണിക്കുന്നു. ബ്രൂണോ സുൽത്താനെ പോലത്തെ ഒരാളെയാണ് കിട്ടിയേക്കണത്. അപ്പൊ അമേരിക്ക യുദ്ധത്തിന് പോവോ? ഇല്ല. സിനിമയിലോട്ട് കേറിയിട്ടില്ലാന്ന്. അതിനെന്താണ്, കേറുമല്ലോ. അല്ല ഭയങ്കര പൈങ്കിളി പ്രേമമായിരുന്നു ഇവിടെ. കാരണം നമ്മളിപ്പോ ഇന്നെന്ന് പറഞ്ഞാൽ വാട്സാപ്പില് യു കമ്മിങ് ഡാ, ഐ എം നോട്ട് കമ്മിങ് ഡാ, ടുഡേ ലെറ്റ്സ് ഗോ ഫോർ എ ഡേറ്റ് നൈറ്റ്. ഇന്ന് ആ ഒരു ലൈൻ ആണല്ലോ. അന്ന് അങ്ങനെ കാണാനും മിണ്ടാനും ടൈമൊക്കെ നോക്കി. അതെ, ഒരു രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഇപ്പൊ ഈ വാട്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് ഇപ്പൊ സലീമേട്ടന് തോന്നുന്നുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് അത് എന്റെ സുഖം. ഒരു കത്തൊക്കെ കൊടുത്ത് അതെ കാത്തിരിക്കുക, അതെ, ബസ്സിന്റെ ടൈമൊക്കെ നോക്കി. നോക്കി ഇങ്ങനെ ഇരിക്കുക, ഓ അടിപൊളി. ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ ആ സലീമേട്ടനാണോ വീട്ടിൽ ചെന്ന് പറഞ്ഞത്, ചേച്ചിയുടെ വീട്ടിൽ ചെന്ന്? അല്ലല്ല, അപ്പൊ വീട്ടുകാരെയൊക്കെ വിട്ട് എന്റെ വീട്ടുകാര്. ആ ഒരു എതിർപ്പ് ഒന്നും വന്നില്ല? ഇല്ലെന്നേ. ആ അടിപൊളി കേട്ടോ, വെരി സ്മൂത്ത് റിലേഷൻ. എന്നാ വേണോ ഇനി? പ്രണയിച്ച പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. ആ കാരണം ഓർമ്മകളെ എങ്കിലും നമ്മൾ ബാക്കി നിർത്തുന്നില്ല, നമ്മുടെ കൂടെ കൂട്ടുകയാണ്. ആണ് അതല്ലേ ഏറ്റവും വലുത്. ആണ്. പ്രണയിച്ച പെൺകുട്ടി വല്ലയിടത്തും പോയിരുന്നെങ്കിൽ നമ്മൾ അതൊരു ഓർമ്മയായിട്ട് കിടക്കുന്നതിനകത്ത്. എന്നെ സംബന്ധിച്ച് അതില്ല. അപ്പം ഏട്ടൻ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചി ഓക്കെ പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് കണ്ടോ? ഒരുപാട് പരിചയപ്പെട്ടു, ആ ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ്. അവൾ മാനസികമായിട്ട് ഏകദേശം ഒന്നായി കഴിഞ്ഞിരുന്നു. ആണ് ഈ പറഞ്ഞ പോലെ ചന്തു ഉണ്ടാവുന്നതിന് മുമ്പ് ആ പേര് പോലും അതെ മനസ്സിൽ. അതെ, അപ്പൊ എന്തോരം അടുപ്പുണ്ടായിരുന്നു ആലോചിക്കണം. 2 പയ്യന്മാരാന്ന് നമുക്കറിയാം. എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി വേണം അങ്ങനെ അത് എന്തെങ്കിലും. പെൺകുട്ടി വേണമെന്ന് ആലോചിച്ചിട്ടല്ലോ ആ പേരിട്ടത് ആർഷ എന്നുള്ള ആർഷ. അപ്പൊ 2 പയ്യന്മാരായപ്പോ സലീമേട്ടന് തോന്നില്ല അയ്യോ എനിക്കൊരു പെൺകുട്ടി കൂടി ഇനി വേണം, അങ്ങനെയൊന്നും മുന്നോട്ട് ചിന്തിച്ചില്ല? അല്ല, അവള് പറഞ്ഞ പറ്റുള്ളൂ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാനും റെഡി ആയിരുന്നു. ഞാൻ ഈ പേരെന്ത് ചെയ്യും? ആർഷ എന്നുള്ള പേര് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആർഷയെ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണം എന്താ? വെറുതെ ഉണ്ണിയാർച്ച. ഉണ്ണി അല്ല, സാധാരണ ഈ പറയാ ആണുങ്ങള് ഏതെങ്കിലുമൊക്കെ കാലത്തുള്ള ഒരു പ്രണയത്തിന്റെ പേരായിരിക്കും ഇങ്ങനെ ക്യാരി. എനിക്ക് പിന്നെ ആർഷ എന്നുള്ള പെണ്ണ് എവിടെയാണ് ഇരിക്കണത് പ്രണയിക്കാനായിട്ട്?
ആർച്ച അപ്പൊ ഈ ആർച്ച എന്നുള്ള പേര് പിന്നെ ഇടാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നു ചന്തു ആരെങ്കിലും കല്യാണം കഴിച്ച അവർക്ക് പെൺകുട്ടി ഉണ്ടാവണമെങ്കിൽ ചിലപ്പോ ആർച്ച എന്നുള്ള പേര് വല്ല. അത് അവനല്ലേ തീരുമാനിക്കണ. അത് ശരിയാ. ഞാനാണ് തീരുമാനിക്കണത്. അത് ശരിയാ. അപ്പൊ ഈ ആർച്ചേനെ എന്നാ ചെയ്തു? അപ്പൊ ചേച്ചീനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല സലീമേട്ടന്? കാരണം ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറയുന്നത്, പെൺകുട്ടികളുടെ പേര് വരെ അങ്ങനെ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. ആർച്ച എന്നൊരു പേര് കണ്ടുവച്ചിരുന്നു. ഓ, പേരിന് വേണ്ടി. ആ ആ വേറെ പേര് വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് ആക്കരുത് പറഞ്ഞ പോലെ പേര് വേസ്റ്റ് ആക്കരുത്. അത് ചെയ്യായിരുന്നു. ചേച്ചിനോ? ആ പക്ഷെ ചേച്ചിയുടെ തീരുമാനമല്ലേ അതെ, അത്? അത് ഒരു അവരവരുടെ സ്ത്രീയുടെ. തീരുമാനങ്ങളാണ്. കാരണം ഇപ്പൊ കുട്ടികളെ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ഒരു അതെ ജനറേഷൻ അതെ 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 അതെ. അതിന്റെ ഇടയിലേട്ടാ 2 പയ്യന്മാരെ കിട്ടിയില്ലേ? അതെ. അത് തന്നെ ഒരു വലിയ. പിന്നെ പയ്യന്മാരായപ്പോ സലീമേണ്ട ഒരു സന്തോഷം തോന്നിയോ? കാരണം പയ്യന്മാരാണ്, നമുക്കിനി വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ, അതോ? അത് പയ്യനും പയ്യത്തിയൊക്കെ കണക്ക് തന്നെ രണ്ടും. അപ്പോൾ എത്ര അച്ഛനമ്മമാര് 2 പെൺമക്കളുടെ ഒക്കെ അച്ഛനമ്മമാരൊക്കെ നല്ല രീതിയിൽ അവരെ കൊടുത്തു ജീവിച്ചു പോന്നു. 2 ആമക്കളുള്ള അച്ഛന്മാര് നടുറോട്ടിൽ കിടപ്പുണ്ട്. എന്നാൽ ഈ ആർച്ച എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതോ വേറെ ഏതെങ്കിലും 2 പെൺകുട്ടി? ഒന്നുമില്ല, ആർച്ച. അത് പൊളിച്ചു കേട്ടോ. പിന്നെ ഈ ഈ സമയത്തൊന്നും അറിഞ്ഞില്ല, പ്രസവിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആൺകുട്ടിയാണ്, ചന്തുവാണ് വന്നേക്കുന്നത്. പ്രസവിക്കുന്നതിന് മുമ്പ് പറയും നമുക്ക്. അല്ല, ഇപ്പത്തെ സ്കാനിങ് ഒക്കെ ഇല്ലേ? സ്കാനിങ് ഇപ്പൊ ഇവിടെ കേരളത്തിലൊന്നും അത് ഇന്ത്യയില് ജെൻഡർ വലിയ പാടാണ്, നടക്കില്ല. ലാഫിംഗ് വില്ലയെ പറ്റി കാരണം സലീമേട്ടൻ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വരൂട്ടി ഉണ്ടാക്കിയ ഒരു വീട് കൂടിയാണ്. അതിന്റെ ലാഫിംഗ് വില്ലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഏതായിരിക്കും? സലീമേട്ടൻ വെറുതെ ഇരിക്കുന്ന ദിവസം എവിടെയായിരിക്കും ചെന്നിരിക്കുക? അതിന്റെ പറഞ്ഞൊരു വെരാന്തയാണോ? ഒരു വലിയ വീടാന്ന് നമുക്കറിയാം. വെരാന്ത, ലൈക് ബെഡ്റൂം ആണോ? ബെഡ്റൂം ആണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ക്ലയന്റ് എന്ന് പറയുന്ന മെയിൻ ക്ലയന്റ് എന്ന് പറയുന്നത് സലീമേട്ട ബെയ്റ്റ് ഹോംസ് 4 ആണ്. അതായത് ആൾക്കാരുടെ കീശ ചോരാതെ തന്നെ അവർക്ക് വീട് പണിത് നൽകുക എന്നുള്ളതാണ് ഇവരുടെ ആശയം എന്ന് പറയുന്നത്. അതായത് 50% പൈസ മാത്രം മതി നമ്മുടെ കയ്യിൽ. മുഴുവൻ പൈസ വേണമെന്നില്ല വീട് പണിയാനായിട്ട്. ബാക്കി 50% ഈ പറഞ്ഞ തവണകളായിട്ട് അടച്ചാൽ മതി. അതിൽ തന്നെ 20% സബ്സിഡി ആയിട്ടും പലിശയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഹോം ലോൺ ഇല്ലാതെ എങ്ങനെ വീട് പണിയാം എന്നുള്ളതാണ്. അവർക്ക് ഈ സൈറ്റിൽ ആപ്പിൽ കയറിയാൽ നമുക്ക് ഒരുപാട് അവരുടെ പ്ലാൻസ് കിട്ടും. പിന്നെ സൈറ്റിൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ക്യാമറാസ് വെച്ചിട്ടുണ്ട്. സോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം നമുക്ക് അവരുടെ കൺസ്ട്രക്ഷനൊക്കെ. അപ്പോൾ കിടിലം ഒരു ടീമാണ് ബെയ്റ്റ് ഹോംസ് 4. ഓക്കെ, ഇനി ഒരു 5 പോയിന്റിലൂടെ നമ്മുടെ ഇന്നത്തെ സലീമേട്ടൻ്റെ ഈ ഒരു ഷോ തന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സലീമേട്ട 5 പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആണ് സലീമേട്ട, സിനിമയ്ക്കകത്തെ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ? അതിൽ സലീമേട്ടൻ രാഷ്ട്രീയമുണ്ട്. ഉണ്ട്. എങ്ങനെ അത് അത്ര കൃത്യമായിട്ട് സലീമേട്ടൻ അത് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് തെളിവല്ലേ. ഇപ്പൊ എത്രയോ പേര് രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് സിനിമയിലുണ്ട്. അങ്ങനെയല്ല, ഒരു പൊളിറ്റിക്സ്, ഒരു ഇന്നർ പൊളിറ്റിക്സ് സിനിമയ്ക്കകത്ത് വർക്ക്ഔട്ട് ആവുന്നു ഇങ്ങനെ പലരും ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കാണാം. അങ്ങനെ എന്തെങ്കിലും സലീമേട്ടന് തോന്നിയിട്ടുണ്ടോ? അതിന്റെ പ്രവർത്തകർ കൂടിയിട്ട് ഒരു സിനിമ അകത്തൊരു രാഷ്ട്രീയ കക്ഷികളുടെ അതിപ്രസരം ഉണ്ടാകുന്നോ? സിനിമക്കുള്ളിൽ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാണ്ട് ഒന്നുമില്ല. സാധാരണ ഒരാളിലും വരെ രാഷ്ട്രീയമുണ്ട്. ഇനി സൂപ്പർ സ്റ്റാർ ഇല്ലാതെ വിജയിക്കുന്ന മലയാള ചിത്രങ്ങൾ വിജയിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ എപ്പോഴും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ആദ്യകാല സിനിമയുടെ ചരിത്രം തുടങ്ങി സൂപ്പർ സ്റ്റാർ ഇല്ലാത്ത സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുള്ള ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുള്ള ചിത്രങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രത്യേകത ഒന്നുമില്ല. അത് കഴിവുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്ന നടന്മാരുണ്ടോ മലയാളത്തില്? ഇല്ല. അത് എന്താ എന്തെങ്കിലും കഴിവുണ്ടാവും. കഴിവുണ്ടെങ്കിൽ അവൻ അവഗണിക്കപ്പെടില്ല. കേറി വന്നിരിക്കും. അവനെ തല്ലി കൊന്നാലും അവൻ പോവില്ല. എന്തെങ്കിലും കുഴപ്പം എന്റെ പേരിലുണ്ട്. ആണ്. ഇനി ദ്വയാർത്ഥം നിറയുന്ന ഇന്നത്തെ കോമഡി സീക്വൻസസ് കുറെയൊക്കെ ആവശ്യമാണത്. ആവശ്യമാണ്. കുറെയൊക്കെ ആവശ്യമാണ്. അത് വൾഗറാവാതിരുന്നാ മതി. പിന്നെ റിയാലിറ്റി ഷോസ് ആൻഡ് പ്രതിഭകളും ഇതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് വന്ന പ്രതിഭകൾ വളരെ ചുരുങ്ങിയ സമയമാണ് അവരുടെ ലൈഫ് സ്പാൻ കാണുന്നത്. ആളി കത്തുക, അണഞ്ഞു പോവുക എന്നുള്ള സംഭവം.
ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അതെന്തായിരിക്കും ഏട്ടാ അവർക്ക് അത് അങ്ങനെ എന്താ അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ട് സലീമേട്ടന് തോന്നുന്നത് എന്തായിരിക്കും? കാരണം കണ്ടെത്തിയിരിക്കുന്നു. ഞാനതിനൊരു ആ, ഉത്തരം കണ്ടെത്താൻ യോഗ്യനല്ല. അല്ല. അത് എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, 1 കൊല്ലം 2 കൊല്ലത്തിൽ കൂടുതൽ 1 കൊല്ലമൊക്കെയാണ് മാക്സിമം അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ ഷോയിൽ ഞങ്ങൾ വരും എന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ തിരക്കുകൾ മൂലം മാത്രം ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത തിരക്കുകൾ മൂലം വരാൻ പറ്റാത്ത ഒരാളാണ് ഡയാന സിൽവെസ്റ്റർ. ഉവ്വ. കാരണം ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. സിനിമയിലാണെങ്കിലും കോമിക്കോള, കോമഡി സ്റ്റാർസ് തുടങ്ങി ഞങ്ങളുടെ മെയിൻ ചാനൽ ഏറ്റവും വലിയൊരു നിറ സാന്നിധ്യം തന്നെയായിരുന്നു സലീമേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയാന സിൽവെസ്റ്റർ ആ ഒരു പേരൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ചാനൽ ടൈം എനി റിമെമ്പറൻസ്? ഞാൻ ഒരു എപ്പിക്കാണ്. കാരണം മലയാള സിനിമ ടെലിവിഷനിൽ ഒരു സ്ത്രീ സാന്നിധ്യം, കറക്റ്റ്. അതൊരു കോമഡി പ്രോഗ്രാമുകൾ ചെയ്ത് സിനിമാലാന്നര പരിപാടികൾ, അതായത് 1000ഓളം എപ്പിസോഡുകൾ അവർ ചെയ്തു. അതായത് അവരുടേതായ ഒരു എന്താണ് ഒരു സിഗ്നേച്ചർ കേരളത്തിന് കൊടുത്തൊരു സ്ത്രീയാണ്. ആണ്, മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള, എപ്പോഴും സിനിമാക്കാരിപ്പം സോഷ്യലി എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നവരാണ്, ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്. അവർ സംസാരിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചേ സംസാരിക്കാവൂ എന്ന് പറയുന്നോട് സലീമേട്ടൻ യോജിക്കുന്നുണ്ടോ? സലീമേട്ടൻ നീ വളരെ സൂക്ഷിച്ചാണോ സംസാരിക്കാറുള്ളത്? അല്ല, സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കലല്ല സൂക്ഷിക്കലെന്ന് വെച്ചാൽ. ഒഴിഞ്ഞു മാറലുമില്ല, വേണ്ടാത്ത സ്ഥലത്ത് കയറി പിടിക്കാതിരുന്നാൽ മതി. ഉം. പിന്നെ സലീമേട്ടൻ ഇപ്പം നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെയാണ് നമ്മൾ വാട്സപ്പ് ചെയ്ത്, ചേച്ചീനെയാണ് ഞങ്ങൾ കൂടുതലും കോൺടാക്ട്. സലീമേട്ടൻ എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാതെ നിൽക്കുന്നതാണോ അതോ സലീമേട്ടൻ ഇഷ്ടക്കുറവുണ്ടോ? എനിക്കൊരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്, നമുക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ആണ്. അത് കുറച്ച് എന്തെങ്കിലും ഒരു ഫേക്ക് ആണ്, അല്ലെങ്കിൽ അതെ. നമുക്കൊരു ഒരു റിയലിസ്റ്റിക് ആയി തോന്നാത്തത് കൊണ്ടാണ് അല്ല, അത് ഒരുപാട് കുഴപ്പങ്ങളുള്ള ഏരിയ പോലെ തോന്നുന്നു സോഷ്യൽ മീഡിയ അല്ലേ? അതെ അതെ, ഒരുപാട് കുഴപ്പങ്ങളുള്ള ഏരിയ തോന്നുന്നു. ഞാൻ ഫോൺ പോലും എടുക്കാറില്ല, എൻ്റെ വൈഫിൻ്റെ കയ്യിലേക്കുള്ള ഫോൺ. അല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാതെ വരിക. താരം ഓരോ സംഭവങ്ങളൊക്കെ, അപ്പോൾ നീ എൻ്റെ വീട്ടിൽ വന്നു, അപ്പോൾ മീര സലിംകുമാറിൻ്റെ വീട്ടിലെത്തി, ആ കാഴ്ച കണ്ട് താരം ഞെട്ടി. അങ്ങനെ അതിലൊക്കെ ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ട് എന്ത് കാര്യത്തിലും. അല്ല ഏട്ടാ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഗർഭമായിക്കോട്ടെ, വിവാഹം വേർപ്പെടുത്തലുകൾ, ഇതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വളരെ പേഴ്സണൽ ലൈഫ് എല്ലാവരും എക്സ്പോസ് ചെയ്താണ് കാണിക്കുന്നത്. അതിനോട് സലീമേട്ടന് യോജിപ്പുണ്ടോ? കാരണം ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് ഒരുപാട് വ്യൂവർഷിപ്പ് കൂട്ടും. എന്തിന്, എന്താവശ്യത്തിന്, അയാൾക്ക് എന്ത് ലാഭമുണ്ട്? ഒരാളുടെ മരണം ആഘോഷിച്ചിട്ട് എന്ത് ലാഭമുണ്ട്? മനസ്സിലായി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫേക്ക് സമ്പ്രദായത്തിനോട് വലിയ താല്പര്യമില്ല. എന്തിനാണ് അതല്ലേ? പക്ഷെ ഇത് പറഞ്ഞാലൊന്നും മാറാൻ പോകില്ല. കുറെ പേര് അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ നമ്മൾ എതിർക്കുന്നില്ല, അവർ ചെയ്യാനുള്ള അവർ ചെയ്തോട്ടെ. തീർച്ചയായിട്ടും. ഇപ്പൊ നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ കൈവയ്ക്കാൻ മേഖലകളില്ല. ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് സലീമേട്ടൻ? അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് കിട്ടിയത്, അതിൻ്റെ ഇരട്ടിയാണ് കിട്ടിയത്. അപ്പം ഞാൻ ചുമ്മാ എന്തിനാണ് ആഗ്രഹിക്കണത്? ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകണം. എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ നമുക്കറിയില്ലല്ലോ. ഇന്ന് ഇങ്ങനെ വരുമെന്ന് മീഡിയ ഞാൻ ഇവിടെ തമ്മിൽ കണ്ടുകിട്ടുമെന്നുള്ളത് നമ്മൾ തമ്മിൽ തീരുമാനിച്ചിട്ടേ ഇല്ല. ഞാൻ എത്രയോ നാളായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് സലീമേട്ടൻ. നമുക്ക് വേണമെങ്കിൽ ഇരിക്കുമ്പോൾ കാണായിരുന്നു, ഇല്ലേ? ആണ്. എന്നിട്ട് നമ്മൾ കണ്ടില്ല. ഇല്ല. എന്നാലും ഒരു വില്ലൻ കഥാപാത്രം, ഭയങ്കര അറ്റ്മോസ്റ്റ് വില്ലനി, അതായത് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള വില്ലനി സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന്. വില്ലൻ ടൈപ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ പടത്തില്. ഏതായിരുന്നു? പക്ഷെ അത് ഭയങ്കര വില്ലൻ അല്ല. അങ്ങനെ ഒരു ഈ ലാൽ സാറിനോട് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൽ സാറിനോട് വളരെ കുറവാണ് ഞാൻ ചെയ്തത്. എന്നായിട്ടാ അത് അങ്ങനെ വന്നത്? അതിപ്പോ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, മനഃപൂർവ്വം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ അത് മനഃപൂർവ്വം ഒന്നുമല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. ക്യാരക്ടർ വരണ്ടേ, അതൊരു പ്രശ്നങ്ങളാണ്. എന്റെ പ്രായത്തിനനുസരിച്ച് ക്യാരക്ടർ തന്നെ. മനസ്സിലായി.
എന്നാലും സംവിധാനം ചെയ്തു സിനിമകൾ ദൈവമേ കൈതോടാം കൈതൊഴാം, കെ കുമാറാകണം. അപ്പൊ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണ്? ബീങ് എ സംവിധായകനിൽ നിന്നും പഠിച്ചൊരു പാഠം. ഞാൻ ഒന്നും പഠിച്ചില്ല, അതാണ് പ്രശ്നം. എന്തെങ്കിലും പഠിക്കായിരുന്നു എനിക്ക്. അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ആ അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റി കാണും. അപ്പോൾ അത് അത്രക്കാണ്. പക്ഷെ നഷ്ടമൊന്നും വരുത്തില്ല പടം. നടന്മാരിങ്ങനെ സംവിധായകരാകുമ്പോഴത്തേക്ക് അത് ഈസിയാണോ പാടാണോ സലീമേട്ടാ? അങ്ങനെ ഈസിയും പാടൊന്നും അങ്ങനെയൊന്നുമില്ല. ഒരാൾ സംവിധായകനാകേണ്ട കഷ്ടപ്പാടുകൾ നടൻ സംവിധായകനാകുമ്പോഴുണ്ട്. ആണ്. പക്ഷെ നടനാണോ സംവിധായകനാണോ കമ്പാരിറ്റീവ്ലി ഈസിയർ ജോബ് ഏതാണ്? അത് നടൻ്റെ നടൻ. നടൻ്റെ ജോബാണ്. മറ്റേത് അതെ, ആ കുറച്ച് ബുദ്ധിമുട്ടാണ്. Got it. എല്ലാം നോക്കി കാണണമല്ലോ. ഇപ്പോ ഇത്രയും വർഷത്തെ ഒരു ജേർണി, 54 വയസ്സായി നിന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞു സലീമേട്ടൻ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ നന്നായിരുന്നു എന്നിപ്പം തോന്നുന്നൊരു കാര്യമുണ്ടോ? നേരത്തെ അത് മാറ്റണമായിരുന്നു, കുറച്ച് മുമ്പേ അതെനിക്ക് ആകാമായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം എന്താണ്? ഒരു സ്വഭാവം. പുകവലി. അത് 2024 അതെ, നമ്മൾ ആ തീരുമാനം എടുക്കാൻ. നേരത്തെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു എന്ന് തോന്നുന്നത് എപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ നിർത്തിയാലും നാളെ തുടങ്ങിയാലും എന്തായാലും ശരി. ഇപ്പോഴും അറിയില്ല അത് എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങൾ. എനിക്ക് വാങ്ങിച്ചു താ, എനിക്ക് വാങ്ങിച്ചു താ. ഒരു രാത്രി എന്നിട്ട് ഒരു വീഡിയോ നിന്ന് വൈഫിനോട്. എന്നാലും അത് ഭയങ്കര ഒരു മനധൈര്യം വേണ്ട കേട്ടോ. അതിൽ നിന്ന് ഇത്രയും വർഷത്തെ നല്ലൊരു കൂട്ടുകാരനെ പിരിയാന്ന് പറയുന്നേ. ഓയ്യോ, സമ്മതിച്ചു. കാരണം ഞാൻ തന്നെ ഓ മൈ ഗോഡ്, അടിപൊളി. ഇതുപോലെ വേറെ ഏതെങ്കിലും സലീമേട്ടൻ്റെ ഒരു ഇതുണ്ടോ, സ്വഭാവം ഉണ്ടോ നമ്മൾ ഇതുവരെ അറിയാത്ത, പുറലോകം അറിയാത്ത സലീമേട്ടൻ? അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ. എന്നാലും സലീമേട്ടൻ ഭയങ്കര ഭാഗ്യമുള്ള ഒരു നടനാന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേണ്ട സിനിമകളിലായാലും ഹിറ്റാവും സലീമേട്ടൻ സിനിമയിൽ വന്നാൽ. അങ്ങനെ ഒരു ലക്കി ആക്ടറാണ് സലീമേട്ടൻ എന്ന് നമ്മൾ പറഞ്ഞാൽ നിനക്ക് എന്തുവേണം പറയാൻ, അതിനെ കുറിച്ച് എന്താരോപണം ഉന്നയിക്കാം. അല്ല, സുരേഷ് ഗോപിയുടെ, നമ്മുടെ സുരേഷ് ചേട്ടനോടൊപ്പം എനിക്ക് തോന്നുന്നു ലാൽ സാറിനെ പോലെ കുറച്ച് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ. വളരെ നല്ല ചിത്രങ്ങളാണ് ചെയ്തത്. എന്താട്ടോ അങ്ങനെ? സുരേഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മമ്മൂക്കയുടെ കൂടുതൽ കോമ്പിനേഷൻ മമ്മൂക്കയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതെ അതെ. സുരേഷ് ചേട്ടനൊക്കെ ഇടാളല്ലേ. എനിക്ക് ഇടിന്ന് എഴുതി കാണിച്ച ആ പ്രദേശത്ത് ഞാൻ പോകില്ല. അല്ല ഏട്ടാ, ഈ ആക്ഷൻ സീക്വൻസസ് ചെയ്തിട്ടില്ലേ? ഇല്ല. ഇല്ലല്ലേ? എന്താ ഏട്ടാ അങ്ങനെ? എനിക്ക് ഇഷ്ടമല്ലാതെ തന്നെ. ആണോ? പേടിയാണോ? എനിക്ക് ഒരാളെ ഇടിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഇടി കൊള്ളാൻ ഇഷ്ടമല്ല. ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു ടൈമിങ് തെറ്റി വല്ല ഇടി വല്ലതും കൊള്ളില്ല? ഇല്ല, ഞാൻ ഇടുക്കി പോയിട്ടുണ്ടേ ടൈമിങ് തെറ്റാനായിട്ട്. ആണല്ലേ? ഓക്കെ. പിന്നെ അടി പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൽപ്പന ചെയ്തത് അടിച്ചടികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൽപ്പന ചേച്ചിയാ? കോമഡി സീനില്ലേ അടിച്ച അടിയൊക്കെ എന്റെ കാരണം കുറ്റിക്കൊണ്ടിട്ടുണ്ട്. ആണല്ലേ? കടിച്ച അടിയെല്ലാം കാരണം കുറ്റിക്കൊണ്ടിട്ടുണ്ട് എല്ലാവരും. പറഞ്ഞ പോലെ ഞങ്ങളുടെ സലീമേട്ടൻ എന്ന് സ്വന്തം സലീമേട്ടൻ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിങ് എന്ന് സ്വന്തം സലീമേട്ടന് ഇവിടെ ഇതാ മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം സലീമേട്ടൻ എത്തിയ ഒരു വലിയ കൈയടി നൽകുകയാണ്. ഇനി ഹാർവിയോര ഞങ്ങളുടെ ഇന്നത്തെ ഒരു ക്ലൈൻസിൽ ഒന്നായിരുന്നു. അപ്പോൾ ഹാർവിയോരയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് സലീമേട്ടന് ഞാനൊന്ന് നൽകാൻ പോവാണ്. ഹാർവിയോരേട്ട, ഇത് അഡീനിയം പ്ലാന്റ് ആണ്. വീട്ടിൽ വെച്ചാല് പോസിറ്റിവിറ്റി മാത്രമേ നിറയത്തുള്ളൂ, ഇങ്ങനെ എനർജി പരക്കും. ഇത് ഭയങ്കര ഒരു ബിലീഫിന്റെ ഒരു പ്ലാന്റ് കൂടിയാണ്. ഹാർവിയോരയാണ് ഇത് നൽകുന്നത്. ഇനി ഒരു സ്നേഹ സമ്മാനവുമായിട്ട് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ മുതലാളി എത്താൻ പോവാണ്, ഷാൽബിൻ വിനയൻ. ഷാൽബിൻ, ഞങ്ങളൊക്കെ സലീമേന്റെ ഭയങ്കര കട്ട ആരാധകരാണ്. ഞങ്ങളുടെ ഇതാണ് മൈൽ സ്റ്റോണിന്റെ ഷാൽബിനാണ്. എന്താണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എൻ്റെ സ്വന്തം സലീമ. ഓക്കെ, താങ്ക് യു ഷാർവിൻ. ഇതെന്താണ് ലൈറ്റാണത്? അല്ല, കൊളുത്തി ഇടാനായിട്ട് ഏട്ടാ. ഷാൽബിനോട് എന്താ പറയാനുള്ളത്? മൈൽ സ്റ്റോണിന്റെ ഉടമയാണ്. എന്തേലും പറയാം? നോക്കിയാൽ മുഖത്ത് നോക്കിയിട്ട് ചെറിയ പയ്യനാണ്, 25 വയസ്സേ ഉള്ളൂ. 25 വയസ്സിലും ചെറിയ പ്രായമാണ്. അപ്പോൾ തന്നെ ഒരു രംഗത്തെത്തി അതിൻ്റെ മുതലാളിയാവാൻ സാധിച്ചു. ഇനിയും ഇതിനേക്കാൾ വലിയ വലിയ ഉദ്യമങ്ങളിൽ ചെന്ന് വളരെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഷാൽവിൻ. താങ്ക് യു സോ മച്ച്. ഇതോടുകൂടി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് എന്ന സ്വന്തം സലീം കുമാർ, ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ ബെയ്റ്റ് ഹോംസ് ഫോർ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം ആൻഡ് പവേർഡ് ബൈ ഹാർവിയോര, ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രിയ താരങ്ങളുമായിട്ട്, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ നല്ല കോണ്ടന്റുകളുമായിട്ട് വീൽ ബി ബാക്ക് അഗൈൻ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.